നമുക്ക് അപ്പം, പാലപ്പം, ബ്രെഡ്, ചപ്പാത്തി, ഇടിയപ്പം ഇതിന്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം. അതിനായി 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഹഡ മസാലകൾ ഇടാം. ഇത് ചൂടായി വരുമ്പോൾ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് കൂടെ ചേർക്കാം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും നീളത്തിൽ അരിഞ്ഞതും ഇതിനാവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റാം. ഉള്ളി നന്നായി വഴണ്ടി വരുമ്പോൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനോട് ഇട്ട് കൊടുക്കാം. പിന്നെ ഹൈ ഫ്ലെയിമിലാക്കി ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നവരെ ഇളക്കി കൊടുക്കാം. ചിക്കന്റെ കളർ ഇങ്ങനെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഉരുളക്കിഴങ്ങും ക്യാരറ്റും വലിയ കഷ്ണങ്ങളായി അരിഞ്ഞതും കൂടെ ചേർക്കാം. പിന്നെ ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വഴണ്ടു വന്നാൽ തേങ്ങ പിഴിഞ്ഞെടുത്ത 3-ാം പാലും 2-ാം പാലും ഒഴിച്ച് ചിക്കൻ നന്നായി വേവിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി ഗ്രേവിക്ക് ആവശ്യമായ 2 കപ്പ് 1-ാം പാലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ചെറുതായി തിള വരുമ്പോഴേക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അവസാനമായി കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ഉപ്പ് നോക്കി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൂടെ ചേർക്കാം. ഇതിൽ മഞ്ഞൾ ചേർത്തിട്ടില്ല. ക്യാരറ്റിന്റെ കളറാണ് ഈ കാണുന്നത്. ഇതിന്റെ ലോങ് വീഡിയോ കാണാനായി ഈ വീഡിയോയുടെ താഴെ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ അയച്ചു കൊടുക്കാൻ മറക്കണ്ട. അവസാനം കടുക് താളിച്ച് ചിക്കൻ സ്റ്റൂവിൽ ഒഴിക്കാം. അങ്ങനെ രുചികരമായ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡിയായി.